ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവാം. അപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കരുത്, ഒരു പുസ്തകം എടുക്കുക, ഈ ചാപ്റ്ററിൻ്റെ പേരെന്ത് ചെയ്യുക, അവിടെ എഴുതി വെക്കണം. ഓക്കെ, എഴുതി വെച്ചതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ കാണാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ ഓർഗാനിക് സംയുക്തങ്ങൾ. നിങ്ങളിത് കേട്ടിക്കണോ? മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 8, 9 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് സംയുക്തങ്ങൾ എന്താണെന്ന് പോലും ഇപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ സംയുക്തങ്ങൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കുറേ ആറ്റങ്ങൾ പഠിച്ചു. നമ്മളൊരു പീരിയോഡിക് ടേബിൾ പഠിച്ചില്ലേ? ഇങ്ങനെയുള്ള പീരിയോഡിക് ടേബിൾ, കുറേ മൂലകങ്ങളുള്ള പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇപ്പോൾ കാർബണ്, അതേപോലെ തന്നെ ഓക്സിജന്, അങ്ങനെയുള്ള ആറ്റങ്ങൾ ചേർന്നിട്ടാണ് സംയുക്തങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ഒരു CO2 ഒരു സംയുക്തമല്ലേ? കാർബൺ ആറ്റം ഓക്സിജൻ ആറ്റം കൂടി ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സംയുക്തം ഉണ്ടാകണം. അങ്ങനെ കൂടി ചേർന്ന് ഉണ്ടാവുന്നതിനാണ് സംയുക്തം എന്ന് പറഞ്ഞത്. അപ്പോൾ ഓർഗാനിക് സംയുക്തങ്ങൾ എന്തായിരിക്കും? ഓർഗാനിക് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ശാഖയാണ്. അതിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? അതായത് ഓരോന്നും പഠിക്കാൻ ഒരു ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ കെമിസ്ട്രിക്ക്. അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് ഓർഗാനിക്. അതിൽ നമ്മൾ ഏതിനെ കുറിച്ചാണെന്ന് പഠിക്കുന്നത്? നമ്മുടെ കാർബണിക. നമ്മൾ കാർബൺ ആറ്റത്തിനൊക്കെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് എന്ത്? ഓർഗാനിക്. ഓർഗാനിക് കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ കാർബണിക സംയുക്തങ്ങളുണ്ട്. അതായത് അതിൽ മെയിനായിട്ടുണ്ടാവില്ല ആരാ ഉണ്ടാവുക? കാർബൺ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് കാർബണിക സംയുക്തങ്ങളുടെയാണ് ശരിക്കും. അപ്പം നമ്മൾ കുറേ സംയുക്തങ്ങൾ പഠിക്കും. അപ്പം അതിനൊക്കെ നമുക്ക് പേരിട്ട് കൊടുക്കേണ്ടി വരും. ആ പേരിട്ട് കൊടുക്കാനും അതേപോലെ തന്നെ ഒരു ഫിനോമിന ഉണ്ട്. അതാണ് ഐസോമെറിസം. അതും നമ്മൾ പഠിക്കും. ഒക്കെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കേണ്ട. അത് നമ്മൾ എന്ത് ചെയ്യും? പതിയെ പഠിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം ഓർഗാനിക്, ഈ പാഠം തുടങ്ങുന്നതിൻ്റെ മുന്നേ ഓർഗാനിക് എന്താണെന്ന് മനസ്സിലാക്കണം. ഓർഗാനിക്കും അതേപോലെ സംയുക്തം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതാണ് മുന്നത്തെ ക്ലാസ് അറിയണമെന്ന് പറഞ്ഞത്. കാരണം ഞാൻ അറിയാത്തവർക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. സംയുക്തം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്നതിനെയാണ് സംയുക്തം എന്ന് പറയുക. പിന്നെ നാമം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതിന് പേരിട്ട് കൊടുക്കുക. നമ്മളെ ഈ പാഠത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്? പേരിട്ട് കൊടുക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അവിടെ ഒരു പ്രത്യേകതായ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് ഐസോമെറിസം എന്ന് പറയുന്നത്. അതും നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈ ടേം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിലും അതോ മുന്നത്തെ ആർക്കെല്ലാം അറിയുമെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ 2 കുട്ടികൾ സംസാരിക്കുന്ന കാണാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഏത് ബുക്കാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കണം. കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ കഴിയണം ടെക്സ്റ്റിൽ എന്താണെന്ന് പറഞ്ഞത്. അപ്പം ഞാനിതിൽ എല്ലാ ടെക്സ്റ്റിലെ കാര്യങ്ങളും പറയുണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം ഒരുപോലെയാണെങ്കിലും ഘടനാവാക്യം വ്യത്യസ്തമാണെങ്കിൽ അവയുടെ നാമവും വ്യത്യസ്തമായിരിക്കും. എന്താ പറഞ്ഞത്? മനസ്സിലായിട്ടില്ലല്ലോ? മനസ്സിലാവണമെന്നില്ല. ഒരു തന്മാത്രാ സൂത്രം അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം മീഥേൻ നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ടാവും. മീഥേൻ, അതിൻ്റെ തന്മാത്രാ സൂത്രവാക്യം എന്താണ്? CH4. അങ്ങനെ വലിയ സംഭവങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ചെറുതല്ല, നമ്മൾ വലുത് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ തന്മാത്രാ സൂത്രം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യും? ഘടനാവാക്യം വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കട്ടെ, പെണ്ണെടുക്കട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒന്നെടുത്ത് വിചാരിക്കുക. സി ഇങ്ങനെ ഉണ്ട് വിചാരിക്കുക. ഇതെന്ത് ചെയ്യുക? ഒന്നും കൂടി എടുക്കട്ടോ. ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ ഹൈഡ്രജനെ കൊടുത്ത് നമുക്ക് ഫില്ലാക്കണം. വെറുതെ ഒറ്റയ്ക്ക് നിൽക്കില്ലല്ലോ. നമുക്ക് വെറുതെ ഹൈഡ്രജനെ കൊടുത്ത് നോക്കാം. അപ്പോഴല്ലേ ഇത് ഫുള്ളാവുക. നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കാർബണിന് എപ്പോഴും ഇല്ലേ 4 ഫ്രണ്ട്സ് ഉണ്ടാവും. ചുറ്റും എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും? 4 ഫ്രണ്ട്സ് ഉണ്ടാവും. നിങ്ങൾ നോക്കി 1, 2, 3, പിന്നെ ഇപ്പുറത്തേക്കും
അങ്ങനെ 4 കൈ പോകണില്ലേ, അങ്ങനെ 4 ഫ്രണ്ട്സ് ഉണ്ടാവും എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ നമ്മളങ്ങനെ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതിന് 4 ഫ്രണ്ട്സിനെ കൊടുക്കണം കേട്ടോ. 4 ഫ്രണ്ട്സിനെ കൊടുക്കണം. ഇത് ആരായാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഹൈഡ്രജനെ കൊടുത്തെന്നുള്ളൂ. അങ്ങനെ ആരായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതൊന്നും കൂടി മായ്ക്കുക. അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം 4 ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ആരായാലും എന്തില്ല, ആരായാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5. അപ്പം നമുക്കില്ലേ ഇതിലെത്ര കാർബൺ ഉണ്ട് എണ്ണി നോക്കി. 1 2 3 4 5 6. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ പൊസിഷനിലാണ്. ഇടത്തുനിന്ന് നോക്കുമ്പോൾ വലത്തുനിന്ന് നോക്കാം നമുക്ക്. 4ാമത്തെ സ്ഥലത്തല്ല വന്നിട്ടുള്ളത്. 1 2 3 4ാമത്തെ പൊസിഷനിൽ ഒരു ശാഖ വന്നിട്ടുണ്ട്. താഴത്തേക്ക് കണ്ടില്ല ഒരു ശാഖ വന്നിട്ടുള്ളത്. ഇതന്നെയാണ് ശാഖ എന്ന് പറയാം. ഇവിടെയൊക്കെ 4 ഫ്രണ്ട്സിനുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഇട്ട് കൊടുക്കുക. അത് ഞാനിപ്പോൾ വരയ്ക്കണില്ല എന്നുള്ളൂ. 4 ഫ്രണ്ട്സിന് എപ്പോഴും കാർബണിന് കൊടുക്കണം, അല്ലെങ്കിൽ കാർബൺ കരയും. അപ്പം ഇങ്ങനെ 4ാമത്തെ സ്ഥലത്ത് വന്നു. ഇനി വേറൊരു കുട്ടി വേറൊന്ന് എഴുതുകയാണ്. 1 2 3 4 5 ഇവിടെ ഉള്ളത്. 3 4 5. പിന്നെ രണ്ടാമത്തേൽ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തേലും കൊടുക്കാം. ഇപ്പോഴും ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, കാർബണിന് ഓൾറെഡി 4 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. 4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്മാത്രാവാക്യം സെയിം ആയിരിക്കൂലേ. ചുറ്റും ഇപ്പോൾ നമ്മൾ ഹൈഡ്രജനെ കൊടുത്ത് വിചാരിക്കുക. ഹൈഡ്രജനെ കൊടുത്ത് നമ്മൾ ഹൈഡ്രജനെ ഫ്രണ്ട്സായിട്ട് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും കൊടുക്കാം. അപ്പോൾ ചുറ്റും നമ്മൾ ഹൈഡ്രജനെ കൊടുത്തു. അതേപോലെ ഞാൻ ഫുള്ള് കൊടുക്കണില്ല, നിങ്ങൾ കൊടുത്ത് നോക്കുക. ഹൈഡ്രജനെ കൊടുത്തു നമ്മൾ. അതേപോലെ ഇതിൻ്റെ ചുറ്റും ആരെ കൊടുക്കുക, ഹൈഡ്രജനെ കൊടുത്തു. അപ്പം നമ്മൾ എണ്ണി നോക്കുമ്പോൾ ഇല്ലേ, 2 എണ്ണി നോക്കുമ്പോൾ എന്ത് ചെയ്യുക, എത്ര കാർബൺ ഉണ്ടാവും. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ചുറ്റും, കാർബണിന് ചുറ്റും ഹൈഡ്രജൻ ഉണ്ട്. അപ്പം നിങ്ങൾ എണ്ണി നോക്കുക. അപ്പം ഇതിലൊക്കെ 6 കാർബൺ ഉണ്ട് അല്ലേ. ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 6 കാർബൺ ഉണ്ട്. ഇതിലും എന്തുണ്ട്, 1 2 3 4 5 6 കാർബൺ ഉണ്ട്. പക്ഷേ ഇതിൽ ആകെ വ്യത്യാസം വരുന്നത് എന്താണ്, ഒരു ശാഖ വന്നതിൻ്റെ പൊസിഷനിലാണ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ശാഖ വന്നിട്ടുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ 4ാമത്തെ സ്ഥലത്താണ് ശാഖ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി 1 2 3ാമത്തെ സ്ഥലത്താണ് ആര് വന്നിട്ടുള്ളത്, ശാഖ വന്നിട്ടുള്ളത്. അപ്പോൾ ശാഖയ്ക്ക് മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പം അങ്ങനെ ശാഖയ്ക്ക് വ്യത്യാസം ഉണ്ടായാൽ ഇവിടെ തന്മാത്രാ സൂത്രം ഒരുപോലെ ആയിരിക്കും. നമ്മൾ നോക്കിയാൽ കാർബണിൻ്റെവും അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ നമ്പറും എണ്ണി നോക്കി. ഹൈഡ്രജൻ്റെ നമ്പർ 1 2 3 4 5 6 7 8 9 10. പിന്നെ 11 താഴെ വരും. 12 13 14. 14 ഹൈഡ്രജന് വരും. ഇതിലും അതേപോലെ തന്നെ നിങ്ങൾ ഇതും വരയ്ക്കുക കേട്ടോ. നിങ്ങൾ ഇത് രണ്ടും വരയ്ക്കണം. എന്നിട്ട് സ്വന്തമായിട്ട് ഇതിൻ്റെ തന്മാത്രവാക്കി എഴുതി വെക്കാം. എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് രണ്ടും എന്താണ്, സെയിം ആണെന്ന്. തന്മാത്രാവാക്യം സെയിം ആണെന്ന്. പക്ഷേ അവരുടെ ഘടന വ്യത്യാസമില്ലേ. ഒന്നിൽ 4ാമത്തേൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ 3ാമത്തേൻ്റെ ഉള്ളിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്. അപ്പം എന്താണ്, അപ്പം നമ്മൾ അവയുടെ പേരെന്തായിരിക്കും, വ്യത്യസ്തമാവൂലേ. ഇയാൾക്ക് 3ൽ ബ്രാഞ്ച് ഉണ്ട്, ഇയാൾക്ക് 4ലുണ്ട്, ഇയാൾക്ക് 3ലുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർക്ക് വ്യത്യാസം വരില്ല അവരുടെ പേരിന്. ആ പേര് വ്യത്യാസമായിരിക്കും. ആ പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസമാണോ ഇല്ലയെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷെ അത് വ്യത്യാസമായിരിക്കും, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അപ്പോൾ ഈ ഒരേപോലത്തെ തന്മാത്രാ സൂത്രം കണ്ടിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് ഏതാണെന്ന്. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഏതാണ് അതിൻ്റെ പേര് എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എഴുതി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവർക്ക് പല രീതിയിലില്ലേ ഇരിക്കാം. ഇപ്പം ഇവനിവിടെ 4ാമത്തേൽ പോയിരുന്ന്, ഇതിൽ 3ാമത്തേൽ പോയിരുന്ന്, നമുക്ക് എവിടെ പോയിട്ടും ഇരിക്കാം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, ഇപ്പോൾ 1ാമത്തേൻ്റെ അടുത്ത് തന്നെ 1ാമത്തേൽ തന്നെ നിന്ന് ഇത് നല്ല നേരെ ഇരിക്കുന്ന ഒന്നായിരിക്കും. അപ്പം എന്ത് ചെയ്യും, അപ്പം അതിൻ്റെ പേര് വേറെ ആവൂലേ. അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെന്ത് ചെയ്യുക, എന്താ എഴുതിക്കണോ, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്നുള്ള ഹെഡിങ് എഴുതി. എന്നിട്ട് ഇത് വരയ്ക്കുക. ഇത് വരയ്ക്കുക. 1 2 3 4 5 താഴത്തേക്ക് 6. എന്നിട്ട് ചുറ്റും എന്ത് ചെയ്യുക, 4 ഫ്രണ്ട്സിനെ കൊടുക്കുക. 4 ഫ്രണ്ട്സും ആരായിരിക്കണം, 4 ഫ്രണ്ട്സും ആരായിരിക്കണം. ഇവിടെ നിന്നൊക്കെ 2 കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് 3 കൊടുക്കുമ്പോൾ ഇവിടെ താഴത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഇവിടെ ഓൾറെഡി വന്ന് ഫ്രണ്ട്സ്.
അങ്ങനെ ചുറ്റും എന്താ എടുക്കുക, ഹൈഡ്രജനെ കൊടുക്കുക, എന്നിട്ട് എണ്ണി നോക്കുക, എന്നിട്ട് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ചെയ്യണം, വെറുതെ വീഡിയോ കാണരുത്. C6H40 കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. H14 C6H40 അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം നിങ്ങൾ ഇതേപോലെ ഇതിൽ എത്രാമത്തേലാണ് ബ്രാഞ്ച് കൊടുത്തിരിക്കുന്നത്? 4-മത്തേൽ. ഇതിൽ എത്രാമത്തേലാണ് കൊടുത്തിരിക്കുന്നത്? 3-മത്തേൽ. ആ വ്യത്യാസം ഇല്ലാതെ ബാക്കിയൊക്കെ എന്താണ്, സെയിം ആണ്. അങ്ങനെ കൊടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെയൊക്കെ തന്മാത്രാ സൂത്രം രണ്ടിൻ്റെ ഇത് തന്നെയാണ് കിട്ടുക. പക്ഷെ അതിൻ്റെ ഘടന വ്യത്യസ്തമുണ്ട്. അപ്പം അതിൻ്റെ എന്ത് ചെയ്യും, പേരും നാമവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതാണ് ഈ സെൻറ്റൻസിൽ പറഞ്ഞത്. നമുക്ക് അടുത്തേക്ക് പോവുക. ഞാൻ വായിക്കട്ടത്, വായിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെറുതെ വരയ്ക്കാതിരിക്കരുത്, കാരണം നിങ്ങൾ ഈ സെൻറ്റൻസ് എന്നിട്ട് എഴുതി വെക്കുക. ഇത് വരച്ചതിന്, ഈ സ്ട്രക്ചർ വരച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ പേര് ഇത് എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പിന്നീട് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലാവില്ല. അപ്പോൾ ഒരു സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം ഒരുപോലെ ആണെങ്കിലും അതിൻ്റെ ഘടന വ്യത്യസ്തമാണെങ്കിൽ അതിൻ്റെ എന്തും വ്യത്യസ്തമായിരിക്കും, നാമവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് ഓർഗാനിക് കെമിസ്ട്രി. കെമിസ്ട്രിക്ക് ഒരുപാട് ശാഖകളുണ്ട്. ഓരോന്നിനെ കുറിച്ച് പഠിക്കൽ എന്താണ്, ഓരോ രീതിയിലാണ്. ഇതിപ്പോൾ ഒരു മരമാണെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഓരോ ശാഖ ഉണ്ടാവില്ലേ, അപ്പോൾ അതിൽ ഓരോന്നാണ് പഠിക്കുക. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്ന ആരെക്കുറിച്ചാണ്? കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നമുക്ക് കുറേ മൂലകങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ മൂലകങ്ങളെ. അപ്പോൾ അതിൽ കാർബണിക സംയുക്തങ്ങളെ ആണ് നമ്മൾ നോക്കണമെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ നിങ്ങളോട് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിക്കുമ്പോൾ വെറുതെ അന്തം വിട്ടിരിക്കാൻ പാടുണ്ടോ? ഇല്ല. കാർബണിക സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പറയാൻ കഴിയണം. അപ്പോൾ എന്താണ് ഹൈഡ്രോ കാർബണുകൾ? അപ്പോൾ ഹൈഡ്രോ എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരിക? ഹൈഡ്രജനെ ഓർമ്മ വരിക. OH അല്ല, ഹൈഡ്രജനെ ഓർമ്മ വരിക. അപ്പോൾ ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുമ്പോൾ കാർബണും ഉണ്ട്, അതിൻ്റെ ഒപ്പം ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെയുള്ളൊരു ഹൈഡ്രോ കാർബണിനെ നിങ്ങൾക്ക് അറിയോ? തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കാർബണിന് 4 ഫ്രണ്ട്സുമായിട്ട് ഹൈഡ്രജൻ നിൽക്കുന്ന ഇതിനെ പറയുന്ന പേരെന്താണ്? ഇതിനെ പറയുന്ന പേരാണ് മീഥേൻ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അപ്പോൾ ഈ മീഥേൻ എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ? അങ്ങനെ കാർബണും ഹൈഡ്രജനും ഉൾക്കൊള്ളുന്ന സംയുക്തങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതി വെക്കൂലേ? എഴുതി വെക്കണം. ഹെഡിങ് എഴുതാൻ നല്ല വൃത്തിക്ക് നോട്ട് ഉണ്ടാക്കുക. പെന്നേറ്റ് നല്ല വൃത്തിക്ക് ഹെഡിങ് എഴുതിയിട്ട് അടിവരയൊക്കെ ഇട്ടിട്ട് ഇത് എഴുതി വെക്കുക. എന്നാലല്ലേ എക്സാമിന് നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ പറ്റുള്ളൂ. കെമിസ്ട്രി എല്ലാവർക്കും ടഫായിരിക്കും, പക്ഷെ നമുക്ക് എന്ത് നേടണം? നമുക്ക് കെമിസ്ട്രിയിൽ A+ ഉറപ്പായിട്ട് നേടണം. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് പേരിടാനൊക്കെ പല രീതിയിലും ചോദിക്കും. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കണം. വെറുതെ അങ്ങനെ കാണാതെ പഠിക്കരുത്. ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം പഠിക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വീഡിയോ കാണാൻ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത് 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. നോക്കി ഹൈഡ്രോ കാർബൺ 1, നോക്കി ഹൈഡ്രോ കാർബൺ 2. ഇതിലൊക്കെ ഇതിൻ്റെ ഘടനാവാക്യം നോക്കി. ഒന്ന് നേരെയുള്ള ചെയിനാണ്. ഇതിലൊരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്, ഒരു ശാഖ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത് നേരെ അറേഞ്ച് ചെയ്തു, ഇത് ശാഖയിലും, ഇങ്ങനെ പല രീതിക്കും അവർക്ക് ഇരിക്കാം. അതാണ് ഇങ്ങനെ 2 എണ്ണം തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അടി ചോദിച്ചിട്ടുണ്ടാവും. നമുക്ക് ഹൈഡ്രോ കാർബൺ 1 എടുക്കാം. ഇതാണ് നമ്മുടെ ഹൈഡ്രോ കാർബൺ 1. 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യം തന്നിരിക്കുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹൈഡ്രോ കാർബൺ എന്ത് ചെയ്യുക? 1 എടുക്കാം. എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? ഹൈഡ്രോ കാർബൺ 1, ഇതാണ് 1. അപ്പോൾ എത്ര ഉണ്ട്? എണ്ണി നോക്കി. 1 2 3 4 5. എത്ര എണ്ണം ഉണ്ട്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എഴുതുക 5. അപ്പോൾ അതിൻ്റെ പദമൂലം എന്താണ്? പദമൂലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പെൻറ്റ്. കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവും. പെൻറ്റ് എന്താണ്? പെൻറ്റ്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, പദമൂലം. ഇതാണ് നമ്മുടെ പദമൂലം. ഇത് നിങ്ങൾ ഫസ്റ്റ് തന്നെ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇത് ഇപ്പം തന്നെ എഴുതിയെടുത്താൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ കുറച്ചും കൂടി യൂസ് ആയിരിക്കും. ഇതിപ്പോൾ തന്നെ എഴുതിയെടുത്തോളൂ. നമുക്ക് ലാസ്റ്റ് പറയുമ്പോൾ കാണാം. എന്താണ്? 1 കാർബൺ ആണെങ്കിൽ മീത്, 2 എണ്ണമാണെങ്കിൽ ഈത്, 3 എണ്ണമാണെങ്കിൽ പ്രൊപ്പ്,
4 ബ്യൂട്ട്, 5 ആരാണ് പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, 8 ഒക്റ്റ്, 9 നോൺ, 10 ഡെക്ക്. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ കാണും? ഇത് നിങ്ങൾ എങ്ങനെ പഠിച്ചിട്ടുള്ളത്? കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുക? എഴുതിയെടുക്കുക. ഓക്കെ, എഴുതിയെടുത്തൂടെ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യാം? മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ 5 കാർബൺ ഉണ്ടെങ്കിൽ അതിൻ്റെ പദമൂലം നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? പെൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ പേരെന്തായിരിക്കും? നമുക്ക് പേരിട്ട് നോക്കിയാലോ? എന്തായിരിക്കും ഇതിൻ്റെ പേര്? പെൻറ്റ്. അതേപോലെ തന്നെ വേറൊന്നുമില്ല, ഡബിൾ, എല്ലാം ഒറ്റ ബോണ്ടാണ്. കണ്ടില്ലേ? എല്ലാം നോക്കിയേ. ഇതൊരു ആൽക്കെയിനാണ്. ആൽക്കെയിൻ എന്താണെന്നൊന്നും അറിയില്ലെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും ചോദിച്ചാൽ എയിന്ന് കൊടുക്കണം അവസാനം. പെൻറ്റ് പ്ലസ് എയിൻ. അപ്പോൾ എന്തായിരിക്കും അത് പറയുക? പെൻറ്റെയിൻ. എന്താണ്? പെൻറ്റെയിൻ. അതാണ് ഇതിൻ്റെ പേര്. ഹൈഡ്രോ കാർബൺ ഒന്നിൻ്റെ പേരെന്താണ്? പെൻറ്റ് പ്ലസ് എയിൻ. എന്നാണ് കേട്ടോ കൊടുക്കേണ്ടത്. പെൻറ്റ് പ്ലസ് എയിൻ, പെൻറ്റെൻ. അപ്പോൾ നിങ്ങൾ 2 ഹൈഡ്രോ കാർബണുകളുടെ ഘടനാവാക്യം കൊടുത്തത്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺ 1 ആദ്യം എന്ത് ചെയ്യുക? ഇത് എഴുതി വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഇത് എഴുതുക. ഹൈഡ്രോ കാർബൺ 1 എന്ന് പറഞ്ഞിട്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എഴുതുക? 5. അപ്പോൾ പദമൂലം 5 ആണെങ്കിൽ എന്താണ്? പെൻറ്റ്. അപ്പോൾ അതിൻ്റെ പേരെന്താ വരിക? പെൻറ്റെയിൻ. ഓരോരോ ബോണ്ടല്ലേ വന്നിട്ടുള്ളത്? ഒന്നിച്ചല്ലേ വന്നിട്ടുള്ളൂ. ഇവിടെ 2 വന്നിട്ടുണ്ടോ? 2 ഒന്നും വന്നിട്ടില്ലല്ലോ. അങ്ങനെ ഉള്ളിൽ ഇവർക്ക് ഓരോന്നേ പോയിട്ടുള്ളൂ. 2 വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 2 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പേര് വേറെ പറയാം. അപ്പോൾ നിങ്ങൾ ഒന്നാണെങ്കിൽ എന്താണ് അവസാനിക്കുക? എയിനിലാണ് അവസാനിക്കുക എന്ന് മാത്രം അറിയാം. ഓരോ ബോണ്ടായിരിക്കണം പോയിരിക്കട്ടെ. നിങ്ങൾ എവിടെയെങ്കിലും 2 കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇപ്പോൾ 2 C2 C2 ഇങ്ങനെ 2 കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എയിൻ അല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെൻറ്റെയിൻ. എന്താണ് അതിൻ്റെ പേര്? പെൻറ്റെയിൻ. ഓക്കെ, അപ്പോൾ അതാണ് പേര്. ഇനി ഇതിൻ്റെ 2 തന്മാത്ര സൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോ കാർബൺ 1ൻ്റെയും 1, 2 അറേഞ്ച് ചെയ്തിരിക്കുന്നതിൽ വ്യത്യാസമാണ്. നമുക്ക് തന്മാത്ര സൂത്രം എഴുതിയാലോ? എങ്ങനെയാണ്? എണ്ണി നോക്കിയിട്ടാണ് എഴുതുക. ഹൈഡ്രോ കാർബൺ 1ൻ്റെ എന്തായിരിക്കും? സി എത്ര ഉണ്ട്? 1, 2, 3, 4, 5 ഉണ്ട്. അപ്പോൾ ഞാൻ ഹൈഡ്രജൻ എത്ര ഉണ്ട്? എണ്ണി നോക്ക്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പം ഇനി ഇതിൽ എണ്ണി നോക്കാം. 1, 2, 3, 4, 5. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ 2ൻ്റെ ഇത് കണ്ടില്ലേ? C5H12 ഇതാണ് വന്നിട്ടുള്ളത്. 5 കാർബൺ ഉണ്ട്, 12 ഹൈഡ്രജൻ. 2 സെയിം അല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതിവിടെ എഴുതി നോക്കുക. എവിടെ? ഹൈഡ്രോ കാർബൺ 1ൻ്റെയോ ഹൈഡ്രോ കാർബൺ 2ൻ്റെയോ C5 എന്താണ്? H12. അത് എഴുതി വയ്ക്കുക. എന്താണ്? C5H12. ഇതിൻ്റെ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒന്നെന്താണ്? നേരെയുള്ള ചെയിനാണ്. ഒന്നിലെന്താണ് ഘടനയിൽ? ഒന്നിൽ നേരെയാണോ? അല്ല, ഒരു ശാഖ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെ ഒരു ശാഖ വന്നിട്ടുണ്ട്. ഇതിൽ ശാഖയുണ്ടോ? ഇത് ശാഖയില്ല. ശാഖയുണ്ടോ? ശാഖയില്ല. ഇതിൽ ശാഖയുണ്ടോ? ശാഖയുണ്ട്. എവിടെയാണ് ശാഖ? രണ്ടാമത്തെ കാർബണിൽ ഒരു ശാഖ വന്നിട്ടുണ്ട്. പക്ഷേ തന്മാത്ര വന്നിട്ട് സെയിം അല്ലേ? പക്ഷെ ഇവിടെ ഘടന വ്യത്യാസമില്ലേ? ഘടന കാരണം ശാഖ വന്നുകൊണ്ടാണ് വ്യത്യാസം. ഇവർ 2 ആൾ ഇങ്ങനെ തന്നെയാണെങ്കിൽ അത് ഒരേ സാധനമായിരിക്കും. പക്ഷെ ഇവിടെ ഇവരൊരു അറേഞ്ച്മെൻറ്റിൽ ഇരുന്ന് ഇവരെ അറേഞ്ച് ചെയ്യുകയാണ്. ഇവരെങ്ങനെയൊക്കെ ഇരിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ തീരുമാനത്തിൽ ഇവർ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന്, നേരെ വരിവരിയായിട്ടിരുന്ന്. ഇവിടെ ആണെങ്കിലോ ഒരാൾ ഈ വരിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി, ഞാനിവിടെ ഇരുന്നോളാം, ഞാൻ നേരെ ഇരിക്കാം, ഞാൻ ഇവിടെ ഇരിക്കാനില്ല, എനിക്കിവിടെയാണ് കുറച്ചും കൂടി, ഇതാണ് എൻ്റെ കുറച്ചും കൂടി നല്ല ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന്. അങ്ങനെയുള്ള വ്യത്യാസം വന്ന്. അപ്പോൾ ഇത് രണ്ടിലും വ്യത്യാസമില്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ തന്മാത്ര സൂത്രവാക്യം ഈ ക്വസ്റ്റ്യൻ എഴുതുക. അതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു C5H12 എഴുതിയെടുക്കണം. എന്താണ്? C5H12.
C5H12. ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒന്ന് എന്താണ്, നേരെയാണ് ചെയിന്. മറ്റേതിലോ മറ്റേതിൽ എന്തുണ്ട്, ശാഖ വന്നിട്ടില്ലേ? അത് എവിടെയാണ്? രണ്ടാമത്തെ കാർബണിന്. ഇതേ തന്മാത്രാവാക്യമുള്ള മറ്റൊരു ഹൈഡ്രോ കാർബണിൻ്റെ ഘടനാവാക്യം എഴുതാമോ? എന്താണ് വരാൻ പാടുള്ളൂ? C5H12 ഇതാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യത്തേൽ ആദ്യത്തേൽ ഇങ്ങനെ നിരനിരായിട്ടിരുന്നു. 5 ആൾക്കാർ. രണ്ടാമത്തേൽ 4 ആൾക്കാർ ഇരുന്നു, ഒരാൾ ഇവിടെ ഇരുന്നു. ഇനി നമുക്ക് അടുത്തതിൽ എത്ര ആൾക്കാർ ഇരുത്താം? ഇതിൽ ഫുള്ള് 5 പേരും ഇരുന്നു, ഇതിൽ 4 പേര് ഇരുന്നു. ഇനി നമുക്ക് 3 പേരെ ഇരുത്തിക്കൂടെ? 3 പേരെ ഇരുത്തിയിട്ട് ബാക്കി 2 പേരെ എങ്ങനെ കൊടുത്തൂടെ? അതാണ് അടുത്തത് തന്നിട്ടുള്ളത്. ബാക്കി 2 പേരെ ഇങ്ങനെ കൊടുത്തു. 3 പേര് ഇരുന്നു. ഫസ്റ്റത്തേൽ നമ്മൾ 4 പേരിരുന്നു. രണ്ടാമത്തേൽ എത്ര പേരിരുന്നു? 1 2 3 4 പേര്. ഫസ്റ്റത്തേൽ 1 2 3 4 5 പേരിരുന്നു. അപ്പം ഇനി അടുത്തതിൽ നമുക്ക് എത്ര പേരെ ഇരുത്താം? 1 2 3 പേരെ ഇരുത്താം. ബാക്കിയുള്ളവർ നടു കയറിയിരിക്കട്ടെ ഇവിടെ ഇരുന്ന്. അപ്പോൾ ഇതും അതിൻ്റെ അതേപോലത്തെ ഇത് വന്നതല്ലേ അല്ലേ? അപ്പോൾ വേറൊന്നും കൂടി എഴുതാൻ പറഞ്ഞാൽ ഇതിൻ്റെ തന്മാത്രാ സൂത്രവാക്യം എല്ലാവരും എഴുതിക്കാണി. എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എണ്ണുക. ഓക്കെ, എത്ര കാർബൺ ഉണ്ട്? 5. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ആയിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, എണ്ണി നോക്കുക. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ടതാണ് ആൽക്കേനുകളുടെ നാമകരണം. അത് എത്ര ശാഖയുള്ളത്? ഒരു ശാഖയുള്ള ആൽക്കേനുകളുടെ പേരെങ്ങനെ കൊടുക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. കണ്ടില്ലേ, ഇവിടെ എത്ര ശാഖയുണ്ട്? എത്ര ശാഖ ഇങ്ങോട്ട് വന്നു, ഇതൊരു ശാഖ. ഇപ്പം ഇതിനെത്ര ശാഖയുണ്ട്? 2 ശാഖ. കണ്ടില്ലേ, 2 ശാഖ പോയിട്ട് ഒരു നിരയുണ്ട്, 2 ശാഖ പോയിട്ടുണ്ട്. ഇതിനെത്ര ശാഖയുണ്ട്? 1 ശാഖ. ഇനി നമുക്കിതിനെങ്ങനെ പേരിടാന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ പേരിട്ടു, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് സംയുക്തങ്ങളുടെ പേരിടാം. എന്നിട്ട് വീട്ടിലൊക്കെ പോയി പറയാം, ഞാൻ ആർക്ക് പേരിടാൻ പഠിച്ചു? ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേരിടാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ തരാം എല്ലാവരും പേരെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പേരിടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പ്രധാന ചെയിൻ എടുക്കണം. പ്രധാന ചെയിൻ ഏതായിരിക്കും? നമുക്കിത് പ്രധാന ചെയിനായിട്ട് എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇതൊരു പ്രധാന ചെയിനാണ്? വെറും 3 കാർബണേ വന്നിട്ടുള്ളൂ, അപ്പോൾ ഇവർക്ക് ശക്തി കുറവാണ്. അപ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുത്ത് നോക്കി ചെയിന്. 1 2 3 4 എണ്ണം വന്നിട്ട്, അപ്പോൾ ഇവർക്ക് ശക്തി കൂടി. അപ്പോൾ ശക്തി കൂടിയവരല്ലേ നമ്മൾ പ്രധാന ചെയിനായിട്ട് എടുക്കണ്ടേ? അപ്പോൾ നമുക്ക് ആരെ പ്രധാന ചെയിനായിട്ട് എടുക്കാം? ഇത് പ്രധാന ചെയിനായിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെറിയ ആൾക്കാരെ ആരായിട്ട് എടുക്കണം? ശാഖയായിട്ട് എടുക്കണം. ഇത് ശാഖയായിട്ട് എടുത്തൂടെ? അല്ലാതെ ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പ്രധാന ചെയിനായിട്ട് എടുത്തിട്ട് ഇത് ശാഖയാക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല, ഇത് ചെറുതാണ്, 3 എണ്ണേ വരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ കാർബൺ ഉൾക്കൊള്ളുന്നത് വേണം പ്രധാന ചെയിൻ. ഇതിൽ 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്രധാന ചെയിനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പേരിടുന്നതിന് മുന്നേ പ്രധാന ചെയിൻ എടുക്കണം. അപ്പോൾ ഈ ഇത് എഴുതിയെടുക്കണം കേട്ടോ. ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനാണ് പ്രധാന ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബൺ വേണം. അപ്പോൾ ഇത് 1 2 3 4 ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് 4 എണ്ണം വരുന്നുണ്ട്. ഇനി 5 എണ്ണം വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് ചെയ്യുക, ചെയിനായിട്ട് എടുക്കാം. അപ്പോൾ ഇതെന്താ എടുക്കുക, ശാഖയായിട്ടും എടുക്കാം. നമുക്കിതിനൊക്കെ പേരിടാണ്ട്. ഇനി ഇത് നോക്കി ഇതിൽ നിങ്ങൾക്ക് ഏതായിരിക്കും പ്രധാന ചെയിന്? 1 2 3 4. നിങ്ങൾ വിചാരിക്കും ഇത് തന്നെ അങ്ങോട്ട് പ്രധാന ചെയിനായിട്ട് എടുക്കാം. അങ്ങനെ പറ്റുമോ? ഇല്ല. 1 2 3 4 ഇവിടെ 5 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ശക്തി കൂടി. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രധാന ചെയിനായിട്ട് എടുക്കേണ്ടത്. ഇങ്ങനെ വളച്ചിടും തിരിച്ചിടും ഒക്കെ എടുക്കാം. പക്ഷേ കണക്റ്റഡ് ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ തമ്മിൽ നമുക്കിങ്ങനെ യോജിപ്പിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 5 എണ്ണമുള്ള ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതായിരിക്കണം പ്രധാന ചെയിന്. അപ്പോൾ ഇതെന്തായിരിക്കണം? ശാഖ. ഇതിൻ്റെ പേരെന്താണ്? ശാഖ. അപ്പോൾ നമുക്ക് പ്രധാന ചെയിനിനെ കണ്ടുപിടിക്കുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ രണ്ടാമത്തെ റൂളാണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്ത് ചെയ്യണം? ഇത് എഴുതി വെക്കണം. എന്നിട്ട് എന്താണ് അടിവര ഇടേണ്ടത്? ഇത് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പെൻസിൽ എടുത്തിട്ട് അടിവര ഇടേണ്ടത് പ്രധാന ചെയിൻ ഇത് എഴുതുക. പ്രധാന ചെയിൻ്റെ അടിവര ഇടുക. കാരണം എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ്
പ്രധാന ചെയിനാണ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് അതിൻ്റെ അടിയിൽ വരയ്ക്കാൻ പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യുക, ശാഖയുള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരണം. ശാഖയുള്ള കാർബൺ ആറ്റത്തിന് എന്ത് വരണം, ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരണം. ഇപ്പോൾ ഇവിടുന്ന് നമ്പർ ഇട്ട് നോക്കി. ഇപ്പം നിങ്ങൾക്ക് ഇത് തന്നു വിചാരിക്കാം. ഇതാണ് സെയിം സാധനമാണ്, നോക്കി നോക്കി അല്ലേ. കാർബണ് 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 കാർബണ്, മൂന്നാമത്തേൽ ബ്രാഞ്ച് ശാഖ 1 2 3 4, മൂന്നാമത്തേൽ ശാഖ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്പർ ഇട്ട് നോക്കാം. 1 2 3. ഇപ്പം 3-ലല്ലേ വരുന്നത്. ഇനി ഇവിടുന്ന് വലത്തുനിന്ന് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്പർ ഇടുമ്പോൾ 3-ലാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇട്ട് നോക്കി. 1 2 3 4. അപ്പോൾ ശാഖയ്ക്ക് ചെറിയ നമ്പർ കിട്ടണം. ഇതിൽ ശാഖയുടെ നമ്പർ എത്ര, 3. ഇതിലെത്ര, 2. ഏതാ ചെറുത്? അപ്പോൾ നമുക്ക് ഇതാണ് എടുക്കേണ്ടത്. നമുക്ക് ഇങ്ങോട്ടാണ് ഇടത്തോട്ട് നമ്പർ ഇടണം. നമുക്ക് വലത്തോട്ടും നമ്പർ ഇടാം, ഇടത്തോട്ട് നമ്പർ ഇടാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേതാണ് എടുക്കേണ്ടത്, ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. എന്നാലല്ലേ ചെറിയ നമ്പർ നമ്മളെ ശാഖയ്ക്ക് കിട്ടൂ. ശാഖയ്ക്ക് എപ്പോഴും എന്ത് കിട്ടണോ. അപ്പോൾ അടുത്ത ഇത് എഴുതി വയ്ക്കുക. ശാഖയുള്ള കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യണോ, കുറഞ്ഞ സ്ഥാനസംഖ്യ. കുറഞ്ഞ സ്ഥാനസംഖ്യ. ശാഖയുള്ള കാർബൺ ആറ്റത്തിന് കുറഞ്ഞ സ്ഥാനസംഖ്യ. അത് നമ്പർ ഇടണം. അല്ല, അതും അടിവരെ ഇടണം എഴുതി വയ്ക്കുമ്പോൾ. ഈ പോയിന്റ് ഇടാം. അപ്പം നമുക്ക് എവിടെ നിന്നൊക്കെ ഇടത്തുനിന്ന് വലത്തോട്ടും നമ്പർ ഇടാം. എങ്ങനെ വേണമെങ്കിൽ നമ്പർ ഇടാം. ഇങ്ങനെ നമ്പർ ഇടാം, ഇങ്ങനെ നമ്പർ ഇടാം. അപ്പം ഞാൻ പ്രധാന ചെയിനാട്ടെ നമ്പർ ഇടുന്നത്. അല്ലാതെ ഈ ശാഖയ്ക്ക് കൊണ്ട് നമ്പർ ഇടും 1 2 3 4 ഇങ്ങനെ ഇടാൻ പറ്റുമോ? ഇങ്ങനെ ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതായിരിക്കണം നമ്മളെ ശാഖ. ഓക്കെ. അപ്പോഴും നമ്പർ ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് 3-ൽ തന്നെ വരും. നമുക്ക് നമ്പർ ഇടുമ്പോൾ എന്ത് ചെയ്യുക, പ്രധാന ചെയിൻ നമ്മൾ ഇതെടുത്തു. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്പർ ഇടുന്നത്. അപ്പോൾ ശാഖ വരുന്നത് ഏറ്റവും ചെറിയ പൊസിഷനിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിലേതാ കറക്റ്റ്, ഇത്. നമുക്ക് അടുത്ത എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഈ ശാഖയിൽ വരുന്നതിനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് പറയാം. ഈ ശാഖേനെ പറഞ്ഞ പേരാണ്, ശാഖയിൽ വരുന്നതിനെ പറഞ്ഞ പേരാണ്. ഈ ശാഖയിൽ വരുന്ന ഗ്രൂപ്പ് എന്താണ്, ആ കാർബൺ ചെയിനിൽ കാർബൺ ആറ്റങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ചെറു ശാഖകൾ ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്ന് പറയും. അപ്പോൾ ഇതിന് എന്താ പറയുക, ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ഇതിനെന്താ പറയുക, ശാഖയിൽ വരുന്ന ഈ ഗ്രൂപ്പിന് എന്താ പറയുക, ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ആൽക്കൈൽ ഗ്രൂപ്പുകൾ എന്താണ് പറയുക, ആൽക്കൈൽ ഗ്രൂപ്പുകൾ. ഒരു പൂരിത ഹൈഡ്രോ കാർബണിലെ കാർബൺ ആറ്റത്തിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യുമ്പോഴാണ് ആൽക്കൈൽ ഗ്രൂപ്പ് ലഭിക്കുന്നത്. പൂരിത ഹൈഡ്രോ കാർബൺ എന്താ ഞാൻ പറഞ്ഞു, എല്ലാം ഒറ്റ ബോണ്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒറ്റ ബോണ്ട് വെച്ചിട്ടാണെങ്കിൽ അതിന് എന്താ പറയുക, ഒറ്റ ബോണ്ട്. ഇവിടെ നിങ്ങൾ 2 പോയിക്കണം, എല്ലായിടത്തും ഒന്നിച്ചല്ലേ പോയിട്ടുള്ള. 1 ഇവിടെ ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഇങ്ങനെ നോക്കി. കേട്ടാ, ഞാൻ ഒന്നുകൂടി വരച്ചുതരാം. 1 2, ബാക്കി എത്ര ഫ്രണ്ട്സ് ഉണ്ട്, 4 ഫ്രണ്ട്സ് ഉണ്ട്. 1 2 3 4 ഫ്രണ്ട്സ് ആണ്. ഇത് പൂരിതാണോ? പൂരിതം എന്ന് പറയുമ്പോൾ ഒക്കെ ഒറ്റയ്ക്ക് പോയിരിക്കണം. എന്തായിരിക്കണം, ഒറ്റയ്ക്ക് പോയിരിക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവിടെ എഴുതുക പൂരിത. ഇത് എന്താണ്, അപൂരിത. അപൂരിത. കാരണം എന്താണ്, ഒരു ഡബിൾ വന്നില്ല, അതുകൊണ്ടാണ് എന്തെന്ന് പറഞ്ഞത്, അപൂരിത ഹൈഡ്രോ കാർബൺ. ഇത് പൂരിത ഹൈഡ്രോ കാർബൺ എഴുതി വെക്കട്ടെ. ഹൈഡ്രോ കാർബൺ എന്നൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇതെന്താണ്, അപൂരിത ഹൈഡ്രോ കാർബൺ. അങ്ങനെ എഴുതി വെക്കട്ടാ. രണ്ടിനും. ഇനി പൂരിത അപൂരിത എന്താണെന്ന് അറിയാതിരിക്കുമോ? ഇല്ല. അപ്പോൾ പൂരിത ഹൈഡ്രോ കാർബൺ, അതായത് ഒറ്റ ബോണ്ട് തമ്മിലാണ് കണക്ഷൻ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പം അതിന്ന് എന്ത് ചെയ്യുക, ഒരു ഹൈഡ്രജനെ കളയുക. ഒരു ഹൈഡ്രജനെ നീക്കം ചെയ്താൽ നമുക്ക് ആരെ കിട്ടും, ആൽക്കൈൽ ഗ്രൂപ്പിനെ കിട്ടും. ഇപ്പോൾ ഇവിടെ CH4 എടുത്തു. ഇതൊരു പൂരിതാണ്. കാരണം എന്താണ്, സീൻ്റെ ചുറ്റും ഒറ്റയ്ക്കല്ല ബോണ്ട്, ഒറ്റയ്ക്കാണ്. 2 പോയിക്കിട്ട് ഇവിടെ 2 പോയിട്ടുണ്ടോ? ഇല്ല. ഒറ്റയ്ക്കാണ് ഉള്ളത്. ഒറ്റയ്ക്കാണ് ഇവിടേക്ക് പോയിക്കണത്. ഇങ്ങോട്ട് ഒറ്റയ്ക്ക്. ഇതൊന്നും നമുക്ക് ഒരു ഹൈഡ്രജനെ കളഞ്ഞു. അപ്പം കിട്ടുന്നത് നമുക്ക് ഇതിനെ പറഞ്ഞ പേര്, നമുക്ക് ഇതാണെങ്കിൽ ഇതിനെന്താ പറയുക, മീഥൈൻ എന്ന് പറയും. അപ്പം ഈ എന്ന് മാറ്റിയിട്ട് എന്താക്കുക, മീഥൈൽ. ഇതിനെ പറഞ്ഞ പേരെന്താണ്, മീഥൈൽ. നമുക്ക് ഈ ഗ്രൂപ്പിന് മീഥൈൻ നിന്നുണ്ടാകുന്നത് ആരാണ്, മീഥൈൽ. അപ്പോൾ ഈഥൈൻ നിന്നുണ്ടാകുന്നത് ആരായിരിക്കും, ഈഥൈൽ. അപ്പോൾ മീതാണ് നമ്മുടെ ഒന്നാമത്തെ പദമൂലം.
മീത് പ്ലസ് അയിൽ കൊടുത്താൽ മതി. അയിലാട്ടെ ലാസ്റ്റിൽ അവസാനിക്കേണ്ടത്. ഈദാണെങ്കിൽ അപ്പോൾ ഇതിലാണെങ്കിൽ എന്തായിരിക്കും ഈതൈൽ. പ്രൊപ്പാണെങ്കിൽ എന്താണ് പ്രൊപ്പൈൽ. ബ്യൂട്ടാണെങ്കിൽ ബ്യൂട്ടൈൽ. പെൻ്റാണെങ്കിൽ പെൻറ്റൈൽ. എക്സ് ആണെങ്കിൽ ഹെക്സൈൽ, ഹെപ്റ്റൈൽ, ഒക്ടൈൽ, നൊണൈൽ, ഡെക്കൈൽ ഇങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ പേരെന്താണ്? മീതൈൽ. എത്ര കാർബൺ ഉണ്ട്? 1. അപ്പം മീതൈൽ നിന്ന് ഉണ്ടാവുന്നതാണ് മീതൈൽ. ഇനി ഇതെന്തായിരിക്കും ഗ്രൂപ്പ്? ഇവിടെ ഇത് ഒന്നും കൂടി ചേർന്നാൽ എന്താ? ഇത് മീതൈനായി. ഇവിടെ ഈ ഒന്നുകൊണ്ട് ചേർന്നാൽ എന്ത് ചെയ്യും? 4 കൂട്ടുകാരന്മാരെ കിട്ടിയില്ല, അപ്പം മീതൈനാവും. ഇതില്ലാത്തതുകൊണ്ടാണ് ഇതെന്താണ് മീതൈലായത്. ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്, അങ്ങനെയാണ് മീതൈൽ വന്നത്. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇത് ഈതൈനായിരിക്കും രണ്ടാമത്തെ. പക്ഷേ ഇത് പോയോണ്ട് എന്തായിരിക്കും? ഈതൈൽ. ഇതിൽ ഈതൈൽ. എന്താണ്? ഈതൈൽ. ഇനി എന്താണിത്? ഇതിലിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊപ്പൈൻ ആയിരിക്കും. ആ ഒരു ഹൈഡ്രജൻ പോയപ്പോൾ അതെന്തായി? ഇല്ലായി, പ്രൊപ്പൈൽ ആയി. പിന്നെ അടുത്തൊരു റൂളാണ്, IUPAC നാമം എഴുതുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും തമ്മിൽ ഹൈഫൻ ഉപയോഗിച്ച് വേർതിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്പർ എടുക്കുമ്പോൾ 1 2 3 4 1 1 2 3 4 5 എന്നൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കാർബണിൽ ആരുണ്ട്? മീതൈലുണ്ട്. മീതൈലല്ലേ? മീതൈൽ മലയാളത്തിൽ എഴുതാം. 2ൽ മീതൈൽ. അപ്പോൾ നമ്മൾ 2 മീതൈൽ നിന്ന് ഇങ്ങനെ എഴുതാൻ പാടില്ല. നമ്മളൊരു ഹൈഫൺ കൊടുക്കണം, എന്നാലല്ലേ ഒരു വൃത്തിയുള്ളത്. നല്ലൊരു വൃത്തിയിൽ ഇങ്ങനെ കൊടുക്കണം എന്നാണ്, ഹൈഫൻ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് പേരിടുമ്പോൾ. നമുക്കിവിടെ തന്നിരിക്കുന്ന ഹൈഡ്രോ കാർബണിന് പേരിട്ട് നോക്കാം. മുഖ്യ ചെയിനിലെ കാർബണിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? ഏതാ മുഖ്യ ചെയിന്? നിങ്ങൾ പറയൂ. ഇത് നമുക്ക് മുഖ്യ ചെയിനായിട്ട് എടുത്തൂടെ? ഇനി നമുക്ക് എങ്ങനെ നമ്പർ ഇടാം? അപ്പോൾ മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 1 2 3 4 5. എപ്പോൾ തന്നെ എഴുതി വയ്ക്കൂ 5. അപ്പോൾ പദമൂലം എന്താ? 5 വന്നാൽ എന്താടോ പറയുക? പെൻറ്റ് എന്നാണ് പറയുക. എന്താ പറയുക? പെൻറ്റ്. അപ്പോൾ പിൻ പ്രത്യയം. അപ്പോൾ ബാക്കിൽ ആരും ചേർക്കുക? ഞാൻ പറഞ്ഞു ഇത് ആൽക്കെയിനാണ്. ഓരോരോ ബോണ്ട് വഴിയാണ്. 2 ബോണ്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്തിലാണ് പിൻ പ്രത്യയം എന്താ വരിക? എയിൻ. എന്താ വരിക? എയിൻ. അപ്പോൾ ശാഖയായി വരുന്ന ആൽക്കൈൽ ഏതാ? ഇല്ലിൽ വരുന്നത് എന്താ? ഈ ശാഖേൻ്റെ പറഞ്ഞ പേരെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, മീതൈൽ. എന്താണ്? മീതൈൽ. ശാഖയുടെ സ്ഥാനം എന്താണ്? എങ്ങനെ നമ്പർ ഇടണം? 1 2 3 4. 4 വരുന്നത്. ഇങ്ങനെ ഇട്ടാലോ? 1 2 3 4 5. ഇങ്ങനെ പോകുമ്പോൾ 4 വരുന്നു, ഇങ്ങനെ പോകുമ്പോൾ 2 വരുന്നു. അപ്പോൾ നമ്മൾ ചെറുതെടുക്കണം എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ എങ്ങനെ ഇടണം? ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് 2ൽ കൊടുക്കുക. അപ്പോൾ ഞാൻ ഉത്തരം ഒന്നും കൂടി എഴുതാം ഇവിടെ. മുഖ്യ ചെയിനിൽ എത്ര ഉണ്ട്? 1 2 3 4 5. പദമൂലം എന്താണ്? പെൻറ്റ്. പിൻപ്രത്യയം എന്താണ്? എയിൻ. ശാഖയായി വരുന്ന ആൽക്കൈൽ ആരാണ്? മീതൈൽ. മീതൈലിൻ്റെ എത്രാമത്തെ സ്ഥാനമാണ്? 2. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? രണ്ടാമത്തേതിൽ മീതൈലുള്ള പെൻറ്റൈൻ. അപ്പോൾ ഇതിനെ പറഞ്ഞ പേര് പെൻറ്റൈനാണ്. അപ്പോൾ അതിന് രണ്ടാമത്തേൽ എന്ത് വരുന്നുണ്ട്? 2 മീതൈൽ പെൻറ്റൈൻ. രണ്ടാമത്തേൽ ആര് വരുന്നുണ്ട്? മീതൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുക? പേരിടുക. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്? ശാഖയുടെ സ്ഥാനസംഖ്യ. ആദ്യം നമ്മൾ ശാഖയുടെ സ്ഥാനസംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. ഇതാ ശാഖയുടെ സ്ഥാനസംഖ്യ. രണ്ടാമത്തേലാണ് ശാഖ വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹൈഫൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്. ഏതാണ് ആൽക്കൈൽ? മീതൈൽ. പിന്നെ നമ്മുടെ പേര് പെൻറ്റ് പ്ലസ് പേര് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, പിന്നെ പദമൂലം പെൻറ്റ്, പിന്നെ എയിനാണ് നമ്മൾ ആര് കൊടുക്കേണ്ടത്? എയിൻ. എന്താ ആൽക്കൈൻ? ഒരു ശാഖ ആൽക്കൈനിന് കൊടുക്കേണ്ടത് എയിൻ. ഓക്കെ. നമുക്ക് കുറച്ച് ആൽക്കൈലിൻ്റെ പേരിടാനുണ്ട്. ടൈം ഉണ്ടോ നോക്കട്ടെ, എത്ര മിനിറ്റായി നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് പേരിട്ട് നോക്കിയാലോ? കുറച്ചെണ്ണം തന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾക്ക് പേരിട്ട് നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ തന്നെ അതിൻ്റെ പേര് പറയണം. ഞാൻ കാണിക്കാം. ഇത് ഏതായിരിക്കും നിങ്ങൾ ചെയിനായിട്ട് ഉപയോഗിക്കുക?
ഇത് മതിയോ നമുക്ക് ചെയിന്? ഞാൻ ചോദിക്കുകയാണ്, ഇത് മതിയോ ചെയിന്, അതോ ഇത് വേണോ നമുക്ക് ചെയിന്? ഏറ്റവും വലിയ ആൾക്കാരല്ലേ വേണ്ടത്, പവർ കൂടിയ വലിയതിനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ ചെയിൻ ആരാണ്? ഇത്. ഇനി നമ്പർ ഇടൽ, ഇങ്ങനെ നമ്പർ ഇടണോ? അപ്പോൾ രണ്ടാമത്തേലാണ് കിട്ടിയത്. അതോ 1 2 3 4 5 ഇങ്ങനെ നമ്പർ ഇടണോ? നമുക്ക് മനസ്സിലായി, ചെറുത് കിട്ടണം, അപ്പോൾ ഇങ്ങനെ നമ്പർ ഇടണം. അപ്പോൾ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6. കാർബൺ ആറ്റങ്ങളുടെ നീളം കൂടി പ്രധാന ചെയിനിൽ ആരുണ്ട്? 6. ഇപ്പം ശാഖയുടെ പേര് 6 ആകുമ്പോൾ എന്താ വരിക? അല്ല സോറി, ശാഖയുടെ പേര് ഇത് ഏതാ പേര്? ഇതാരാണ്? ഏത് ഗ്രൂപ്പാണുള്ളത്? മീഥൈൽ. ആരാണ് ശാഖ? മീഥൈൽ. ശാഖയുടെ സ്ഥാനം എത്രയാണ്? 2 അല്ലേ? അതോ ഇവിടുന്ന് ഇങ്ങനെ എടുക്കണം? 1 2 3 4 5 ആണോ വേണ്ടത്? വേണ്ട, 2 ആണ്, ചെറുത് വേണം. അപ്പോൾ 2 എടുക്കാം. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പേര്? ഇതൊക്കെ ഇവിടെ എഴുതണേ. 6 ഉണ്ട്. ശാഖയുടെ പേര് മീഥൈലാണ്. അതേപോലെ ശാഖയുടെ സ്ഥാനം 2 ആണ്. അപ്പോൾ എന്താ പേര്? 2 മീഥൈൽ ഹെക്സൈൻ. ഹെക്സൈൻ ഇട്ടാ അങ്ങനെയാണ് അവസാനിക്കുക. ഹെക്സൈൻ. അപ്പോൾ എന്താണ്? ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ എഴുതി തരാം. നിങ്ങളിനി ഓക്കെ. ആറ്റങ്ങളുടെ എണ്ണം 6. ശാഖയുടെ പേരെന്താണ്? മീഥൈൽ. ശാഖയുടെ സ്ഥാനം 2. അപ്പോൾ എന്താണ് നമ്മുടെ പേര്? 2. ഇംഗ്ലീഷാണ് എഴുതാൻ പോണത്, മലയാളമല്ലേ നിങ്ങൾക്ക് വേണ്ട. 2 മീഥൈൽ ഹെക്സൈൻ. എയിനിലാണ് അവസാനിക്കേണ്ടത്. ഹെക്സൈൻ. ഓക്കെ, നല്ല വൃത്തിക്ക് എഴുതണേ. ഇതിങ്ങനത്തെ ഒരു പെന്നായതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പറയും. എങ്ങനെയായിരിക്കും പേരിടുക? ഇതാണ് നമ്മുടെ ആള്. ഏതാണ് ശാഖ വേണ്ടേ? ഇതെടുത്തുകൂടെ നമുക്ക് വലിയ ശാഖ ആയിട്ട് നമ്പർ ചെയ്യണ്ട്. 1 2 3. ഇവിടുന്ന് നമ്പർ ചെയ്യാം 1 2. ഇത് 2 വരും. അപ്പം നമുക്ക് എവിടുന്ന് നമ്പർ ചെയ്യണം? 2. അപ്പം നീളം കൂടിയ കാർബണിൽ എത്ര ആൾക്കാരുണ്ട്? 1 2 3 4. ശാഖയുടെ പേരാരാണ്? മീഥൈൽ. ഇനി ഇവിടെ ഈഥൈൽ വന്നാൽ ഏത് എഴുതണം? ഈഥൈൽ. പ്രൊപ്പൈൽ വന്നാൽ പ്രൊപ്പൈൽ. ശാഖയുടെ സ്ഥാനം എത്ര? 2. ഇങ്ങനെ ഇടണം, ചെറുത് കിട്ടണം. അപ്പോൾ 2. അപ്പം എന്താണ്? 2 മീഥൈൽ എന്താണ്? ബ്യൂട്ടൈൻ. 1 2 3 4. ബ്യൂട്ട്. 4 ആണെങ്കിൽ ആരാണ്? ബ്യൂട്ടൈൻ. പേര് കിട്ടിയില്ലേ? എന്താണ്? എത്ര എണ്ണം ഉണ്ട്? 4 കാർബൺ. അപ്പം തന്നെ ബ്യൂട്ടാണെന്ന് മനസ്സിലാക്കുക. ശാഖ ഏതാണ്? മീഥൈൽ. ശാഖയുടെ സ്ഥാനം എത്രയാണ്? 2. അപ്പം എന്താണ്? 2 മീഥൈൽ എന്താണ്? ബ്യൂട്ടൈൻ. അവിടെ സ്ഥലമല്ലേ? ബ്യൂട്ടൈൻ. ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ വെച്ചല്ലേ, നിങ്ങൾക്ക് അതൊക്കെ അറിയാം എഴുതാൻ. ഞാൻ എഴുതേണ്ട കാര്യമേ ഇല്ല, എനിക്ക് മലയാളമൊക്കെ നന്നായി എഴുതാൻ അറിയാം. ഇനി അടുത്തത്, അയ്യോ അത് മാഞ്ഞു പോയല്ലോ. ഇനി നമുക്ക് അടുത്ത പേരിടാനുള്ളത്. ഇനി ഇതൊന്നും വായിക്കട്ടെ കേട്ടോ, ഇതിന് മേലുള്ളത്. ഓക്കെ. അപ്പോൾ വെറുതെ ക്ലാസ് കാണരുത്. നിങ്ങൾ ക്ലാസ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം വെച്ചിട്ട് മാത്രം കാണുക. അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക്? ഇനി ഇതിലേതാണ് ചെറിയ ശാഖ? ഇത് ചെറിയ ശാഖയാണ്. നമുക്ക് ചെറിയ ചെയിനാണ്. നമുക്ക് വലിയതാളെ വേണം. വലിയത് നമുക്ക് ഇതിനടുത്തൂടെ നമ്പർ ഇടുക. 1 2. 2 ശാഖ വരുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിലോ 1 2. ഇവിടെ നിന്ന് ഇടുമ്പോൾ 1 2 3 4 വരുന്നുണ്ട്. ഏതിൽ ശാഖ? നമുക്ക് 2 മതി ശാഖ. അത് ഏതാണ്? മീഥൈലാണോ? ഇത് അല്ല, 2 ഉണ്ട്. അപ്പോൾ ഇതാരാണ്? ഈഥൈലാണ്. 3 ഉണ്ടെങ്കിൽ പ്രൊപ്പൈൽ. അപ്പം നീളം കൂടിയ കാർബണിലെ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4 5. ഇങ്ങനെ ഇട്ടാൽ 1 2 3 4. അതാണ് 4 എണ്ണം പറ്റില്ല, നമുക്ക് 5 തോലുള്ളു. പക്ഷേ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. 1 2 3 4 5 5 ഓക്കെ. 1 2 3 4 4. ഓക്കെ. നമുക്ക് വേറൊരു രീതിയിൽ ആലോചിച്ച് നോക്കി. 1 2 3 4 5 6. ശാഖ വലുതായി. അപ്പം നമുക്ക് ഇതിൻ്റെ ശാഖ ആക്കിയാൽ പോരെ? എങ്ങനെയൊക്കെ ചിന്തിക്കണോ? ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശാഖ കുറയ്ക്കും. അപ്പോൾ ഇത് നമുക്ക് മീഥൈൽ ശാഖ ആക്കാം. ഇവിടുന്ന് 1 2 3. ഇവിടുന്ന് നമ്പർ ഇട്ടാലോ 1 2 3 4.
അപ്പോൾ നമുക്ക് കണ്ടില്ല എങ്ങനെ ശാഖ എടുക്കാം. നമ്മൾ ഇങ്ങനെ എടുക്കാൻ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എക്സാമിന് ചെയ്താൽ എന്തായി, തെറ്റായി. കാരണം ഇവിടെ നമ്മൾ കാണാത്തൊരു ഒളിഞ്ഞു കിടക്കുന്ന ശാഖ ഉണ്ടായിരുന്നു, അത് വലിയ ശാഖ. ഇതൊക്കെയാണ് നിങ്ങളെ എക്സാമിന് എന്ത് ചെയ്യുക, തെറ്റിക്കുക. ഇത് ചെറിയ ചെറിയ ചെയിനാണ്, ഇതാണ് വലിയ ചെയിൻ. ഇത് നമ്മൾ ശ്രദ്ധിക്കുക പെട്ടെന്ന്. ഞാൻ പോലും ഇപ്പോൾ ശ്രദ്ധിച്ചില്ലല്ല. അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങനെയൊക്കെ നമ്പർ ചെയ്ത് നോക്കണം. ഏറ്റവും വലുത് 1 2 3 4 5 6 കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾക്ക് എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 6. ശാഖയുടെ പേരെന്താ? അപ്പം നമുക്ക് ഇതിനെ എന്താക്കിയെടുക്കാം, മീതയിൽ തന്നെ. ശാഖയുടെ സ്ഥാനം എത്ര, 1 2 3. കാരണം ഇവിടുന്ന് വരുമ്പോൾ 1 2 3 4 വരുന്നുണ്ട്, അപ്പം 3 മതി നമുക്ക്. അപ്പോൾ 3 മീതയിൽ ആരാണ്, 3 മീതയിൽ ഹെക്സൈൻ. 3 മീതയിൽ ഹെക്സൈൻ, അതാണ് എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ പേര്. ഇനി അടുത്ത ഒന്നും കൂടി ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ. ഈ പട്ടിക നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് തന്നെ പൂരിപ്പിക്കാനുള്ളൂ. ഇതന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിൽ ശാഖ പറയൂ, ശാഖ പറയൂ. ഇതാണോ ശാഖ? നമുക്ക് എണ്ണി നോക്കാം ശാഖ ഇതാണോ. 1 2 3 4 5 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നോക്കാം. 1 2 3 4 5 ഉണ്ട്. നമുക്ക് 1 2 3 4 5 ഉണ്ട്. എല്ലായിടത്തും 5 ആണ് അല്ലേ. 6 എവിടെയെങ്കിലും കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? 1 2 3 4 5. അപ്പോൾ 5 തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, നേരെ തന്നെ എടുക്കാം. 5 ഉള്ളൂ എങ്ങനെ എണ്ണിയാലും. അപ്പോൾ ഇനി ശാഖ ഏതാണ്, മീതയിലാണോ അല്ലേ ഈരയിൽ? അപ്പോൾ ഇത് നമ്മൾ നോക്കിയാൽ കാർബൺ എത്രയാണിത്, 5. ശാഖയുടെ പേരെന്താണ് അപ്പോൾ, മീതയിലാണോ അല്ല, ഈതയിൽ. ഈതയിൽ. ശാഖയുടെ സ്ഥാനം എത്ര, 1 2 3. ഇങ്ങനെ എണ്ണിയാൽ 1 2 3. അപ്പം നമുക്ക് 3 കൊടുക്കാം. കൊടുത്തൂടെ, 3 കൊടുത്തൂടെ, 3 കൊടുത്തു. അപ്പം നമുക്ക് എന്തായിരിക്കും പേര്, 3 ഈതയിൽ. 3 ഈതയിൽ. അടുപ്പിച്ച് തന്നെ എഴുതണം, ഞാൻ ഇങ്ങോട്ട് എഴുതണം, അവിടെ സ്ഥലം ഉണ്ടാവില്ല. പെൻറ്റേൻ. 3 ഈതയിൽ പെൻറ്റേൻ. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പട്ടിക പൂരിപ്പിച്ച് നോക്കുക കേട്ടോ. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇത് എണ്ണി നോക്കാം, എത്ര കാർബൺ ഉണ്ട്, കാർബണിൻ്റെ എണ്ണ എഴുതുക, ശാഖ ഏതാണ്, ശാഖയുടെ പേര് എഴുതുക, ശാഖയുടെ സ്ഥാനം അങ്ങനെ നമ്പർ ചെയ്തിട്ട് ഏതാണെന്ന് എഴുതുക. അപ്പം എന്നിട്ട് അതിൻ്റെ പേരിടുക. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് മുകളിൽ. പക്ഷേ ഇവിടെ ഞാൻ ഈ ടെക്സ്റ്റിലെ പട്ടിക കൊടുത്തെന്നുള്ളൂ. ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമ്മൾ ആകെ ഒന്നിനെ പേരിടാൻ പഠിച്ചിട്ടുള്ളൂ, അത് പോരെ, നമുക്ക് അത്ര പഠിച്ചാൽ പോരെ, എന്നാൽ അത്ര പഠിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു ട്ടാ. ക്ലാസ് ഫുള്ള് കണ്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്ദി. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയും ക്ലാസ്സും കാണണം. ഈ ഒരു പാർട്ട് കണ്ടിട്ട് പാഠം മതിയെന്ന് നിർത്തി പോകാൻ പറ്റുമോ? കെമിസ്ട്രി ടഫാണെന്ന് പറഞ്ഞ് നിർത്തുമോ? മനസ്സിലായില്ലെങ്കിൽ 2 തവണ കാണുക. അപ്പോഴൊക്കെ എന്തായാലും മനസ്സിലാവും. അത്രയൊക്കെ ഉള്ളൂ, ചെറിയ കാര്യങ്ങളാണ്, എന്തായാലും മനസ്സിലാവും. പക്ഷെ ഇഷ്ടത്തോടെ പഠിക്കണം. ഒരിക്കലും എന്ത് ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ഇത് ശാഖ എന്തൊക്കെയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് പഠിക്കരുത്. നല്ല രീതിക്ക് പഠിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക, നോട്ടും കൃത്യമായിട്ട് എഴുതണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ A+ കിട്ടുള്ളൂ. നമുക്ക് നല്ല മാർക്ക് വേണ്ടേ, നല്ല മാർക്ക് നേടണ്ടേ. എല്ലാവർക്കും പഠിക്കാൻ പറ്റും, ഒരാൾക്ക് മാത്രമല്ല. പക്ഷെ നമ്മളൊന്നും പഠിക്കാഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് കിട്ടാത്തത്. നന്നായി പഠിച്ചാൽ എല്ലാവർക്കും A+ കിട്ടും. പക്ഷേ കാരണം A+ ഇത്ര പേർക്ക് കൊടുക്കുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പഠിച്ച കുട്ടിക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് നേടണമെങ്കിൽ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.